എല്ലാ മക്കൾക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കൂട്ടാനാണ്. അതിനുള്ള വകയൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ചക്കയുടെ മേലെ വെള്ളം കുറച്ച് അധികം നിൽക്കണം, അല്ലെങ്കിൽ ഒന്നാമത് പറ്റി പോകും. വെച്ച് കഴിയുമ്പോഴേക്കും അത് കട്ടിയായി പോകും. ഒരുപാട് കട്ടിയായാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം നിറയെ വെക്കണം. തേങ്ങ കുറച്ച് അരയ്ക്കാവും. ചക്ക തന്നെ നല്ല കട്ടിയുള്ള സാധനമായതുകൊണ്ട് തേങ്ങയും കൂടി അധികമായാൽ നല്ല എണ്ണയില്ല. അപ്പോൾ കുറച്ച് തേങ്ങ ജീരകം ചതച്ച് വെള്ളം പോലെ ആക്കിയിട്ട് ഒഴിച്ചാൽ മതി. നല്ല വെച്ചിറങ്ങുമ്പോൾ നല്ല ജ്യൂസ് വേണം, എന്നാലേ കൂട്ടാൻ നന്നായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നിറയെ എണ്ണ ഒഴിച്ച് വേണം കടുകൊക്കെ പൊടിച്ച് മൂപ്പിച്ചിടാൻ. അല്ലെങ്കിൽ ആ പാലൊട്ടും നമുക്ക് എണ്ണ അധികം ഉണ്ടെങ്കിൽ കറി നന്നായിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് ആൻഡ്രിയയുടെ വീട് പൊന്നങ്കോടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ചക്ക കൊണ്ടുവന്നത്. ചക്കമരങ്ങളൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾ ആ ചക്കമരം കണ്ടോ? ആൻഡ്രിയയുടെ വീടും പരിസരവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ്രിയയും അഭിഷേക് ഏട്ടനും കൂടിയാണ് ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചത്. ഈ ചക്കയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ചക്ക വെട്ടി ചുളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക ഉണ്ടാകുമ്പോൾ ചക്ക കൂട്ടാൻ വെക്കണതിനാണ് ഈ ചക്ക ചുളയോടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കളയണം. ഇതിനകത്തുള്ള കുരുവും ചകിനിയൊക്കെ കളഞ്ഞിട്ട് ചക്ക വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കണം. പച്ച ചക്കയുടെ കുരു കളയണ്ട, അതും നമുക്ക് ചക്കയുടെ കൂടെ ഒപ്പിട്ട് വേവിക്കാം. പച്ച ചക്കയുടെ കുരു വേണം. അത് നമ്മൾ പച്ച ചക്ക എടുത്ത് നന്നാക്കുമ്പോൾ അതിൻ്റെ കുരുവും ഒരു 10 കൂടി എടുത്ത് നന്നാക്കണം. ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കാം. പൊടിയായി കട്ട് ചെയ്തെടുക്കാം. തോലൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ബ്രൗൺ കളർ കളയണ്ട, ആ തോല് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. ചക്കക്കുരു ഇങ്ങനെ ഇതിൻ്റെ തോല് മാത്രം കളഞ്ഞിട്ട് ഈ ബ്രൗൺ കളർ കളയണ്ട. ചക്കയും ചക്കക്കുരുവും മുഴുവനായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 ചക്കക്കുരു നന്നാക്കിയിട്ടുണ്ട്. ചക്കക്കുരുവും ചക്കയും കൂടി കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പരിപ്പ് കുഞ്ഞി ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പരിപ്പ് എടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ചക്കയുടെ മീനിൽ വെള്ളം നിൽക്കണം. ചക്ക കരിഞ്ഞു പോകും കുക്കറിൽ വെക്കണതല്ലേ. കുറച്ച് കുഴമ്പ് പരുവത്തിലുണ്ടെങ്കിൽ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പരിപ്പ് കുഞ്ഞി ഗ്ലാസ് 1 ഗ്ലാസ് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കയിടാം. ചക്കയും പരിപ്പും ഒപ്പം ഒരു 8 വിസിൽ കൊടുത്താൽ മതി. നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് വേഗം കുഴഞ്ഞു പോകും. പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചൊഴിച്ച് തിളയ്ക്കുമ്പോഴേക്ക് നല്ല വെന്ത് പോകും. അപ്പം നമ്മൾ 1 വിസിൽ കൊടുത്താൽ മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 1 വിസിൽ കൊടുത്ത ശേഷം പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇടാം. ഉപ്പ് ആവശ്യത്തിന്. ചക്കയുടെ നീര് വെള്ളം ഇങ്ങനെ നിൽക്കണം. ചക്ക വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുക്കും.
നല്ല കട്ടിയായ നന്നായിരിക്കില്ല. കുറച്ച് കുഴമ്പ് പരുവത്തിലുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നന്നായിരിക്കും. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു വിസിൽ വന്നിരിക്കുന്നു. ഇനി നമ്മളൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്തിരിക്കുന്നു. നല്ല മണമുണ്ട്. നല്ലോണം വെന്തിരിക്കുന്നു. ഇനി നമ്മളിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇടാം. എരിവിനനുസരിച്ച് ഇടാം. നമുക്ക് ചക്കയ്ക്ക് അധികം എരിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എരിവ് ഇടാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ചക്ക നല്ലോണം വെന്തിരിക്കുന്നു. നന്നായി ഒന്ന് ഇളക്കുക. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് ഈ മുളകിൻ്റെ മണമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇത് നമ്മൾ തേങ്ങ ഒഴിക്കാം. വെള്ളം ലേശം കൂടി വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ നമുക്ക്. എത്ര വെള്ളം വെച്ചാൽ ചക്കയ്ക്ക് കാണില്ല. മൂത്ത ചക്ക ആയതുകൊണ്ട് വെള്ളം നല്ലോണം വലിച്ചെടുക്കും. എല്ലാം റെഡി ആയിരിക്കണം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് സിമ്മിൽ വെച്ചാൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളതൊന്ന് സിമ്മിലാക്കിയിട്ട് പതുക്കെ നല്ലോണം തിളപ്പിച്ചിട്ട് തേങ്ങ ഒഴിക്കാം. നമ്മൾ കുഞ്ഞ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്പൂണിന് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം അരക്കണ്ട, പരുക്കനായി അരച്ചാൽ മതി. അര ഗ്ലാസ് വെള്ളം നമ്മൾ പരുക്കനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയും ജീരകവും പരുക്കനായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പാരാം. തേങ്ങ ലേശം മതി. ചക്കയ്ക്ക് തേങ്ങ അധികം വേണ്ട. അധികം ഉണ്ടെങ്കിൽ ചക്ക നന്നായി കൂട്ടാൻ നന്നായിരിക്കില്ല. ലേശം ഇട്ടാൽ നല്ലോണം ചേർത്ത് ഇളക്കാം. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒന്ന് തിളച്ചാൽ മതി. തിളച്ചതിന് ശേഷം കുറച്ച് പച്ചക്കറിവേപ്പില ഇടാം. പച്ചക്കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് തീ വെക്കാം. ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാവും. നല്ല ടേസ്റ്റ് കിട്ടും. കടുക് പരിപ്പൊക്കെ ഇടുന്ന നിറയെ ഇടണത്തിൽ എണ്ണ ചൂടായിരിക്കണം. കടലപ്പരിപ്പും ഉഴുന്നിപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. ഇനി കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഞാനിതിൽ 10 ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്. നീളത്തിൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ലോണം ഉള്ളി ഇങ്ങനെ ചുവപ്പിച്ച് എടുക്കണം. വറുത്തിട്ട് ഉള്ളി ഒന്ന് ചുവക്കണം. ചുവന്നാലേ മണം കിട്ടുള്ളൂ. എണ്ണത്തിന് നിറയെ വേണം. അല്ലെങ്കിൽ ആ ചക്കയുടെ പാല് പോവില്ല. പാൽ ഒട്ടാണ്ടിരിക്കാൻ നിന്ന് നമ്മൾ എണ്ണ നിറയെ എടുക്കണം. ചക്കക്കൂട്ട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ച് തണിഞ്ഞപ്പോൾ ഇതങ്ങനെ കട്ടിയായി. അതുകൊണ്ടാണ് കുറച്ച് നിറയെ വെള്ളം വെച്ച് ചക്ക വേവിക്കണം. നല്ല മൂപ്പുള്ള ചക്കയാണെങ്കിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒഴിച്ചാൽ കാണില്ല. നമ്മൾക്ക് ചക്കന് മീത് അധികം ഒരു ഗ്ലാസ് മീത് വെള്ളം നിൽക്കണം. മോനെ കഴിച്ച് നോക്കാൻ കൊടുക്കട്ടെ. അടിപൊളി.